സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി സ്നേഹതീരം പ്രയർ ഫാമിലി ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും നടത്തപ്പെട്ടു വരുന്ന അടവുമരം IPC പെനിയേൽ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ഓൾ കേരള യേശുവിൻ്റെ സന്ദേശവുമായി കേരളം മുഴുവനും ഈ മാസം ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ പ്രോഗ്രാം ദൈവത്തിൻ്റെ വചനമായി കടന്നു പോകുമ്പോൾ പ്രാരംഭമായി ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ അംഗീകാരവും ഈ ദേശത്ത് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടെ ഇന്നേക്ക് 2024 വർഷം മുമ്പ് കാൽവറിയിൽ യാഗമായ യേശു കർത്താവിൻ്റെ ചരിത്രം ചുരുക്കമായി ചില വാചകങ്ങളിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷവും സമാധാനവും അതേ ലോകം മുഴുവൻ അറിയപ്പെടുവാനും നിങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരുവാനും ഇടയാകും എന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇവിടെ ആദ്യമായി നിങ്ങൾക്ക് മനോഹരമായ ഗാനം ആലപിക്കുവാൻ പോകുകയാണ്. പ്രാരംഭമായി ഈ ഗാനത്തിന് ശേഷം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സന്ദേശം, കാൽവറിയിൽ യാഗമായി തീർന്ന യേശുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ സന്ദേശം നിങ്ങളോട് അറിയിക്കുന്നതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഷിബു സുഭാഷ് നിങ്ങൾക്ക് വേണ്ടി മനോഹരമായ ഗാനം ആലപിക്കുന്നതാണ്. അതിനായി ദിവദാസനെ ക്ഷണിക്കുന്നു. സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നീ ജനാമെന്നിൽ പകർന്നതോർക്കുമ്പോൾ നിൻ സ്തുതിയാൽ ഹൃദയം കവിയുന്നു. ഉയരങ്ങളോടോ നീലവിഹായ ഉയരങ്ങളോടോ നീലവിഹായ സ്നേഹമെത്രയോ
ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ഈ ശബ്ദപരിധിക്കുള്ളിൽ അടുത്തും അകലയുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നരിപ്പാറാറ്റുള്ള ദേശനിവാസികൾക്ക് IPC പെനിയൽ ചർച്ചിൻ്റെയും പ്രയർ തീരം സ്നേഹതീരം പ്രയർ ഫാമിലിയുടെയും ക്രിസ്മസ് ആശംസകൾ അറിയിക്കുകയാണ്. ഈ നിങ്ങൾ നല്ല ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ഗാനം കേൾക്കുവാനിടയായി. സ്നേഹത്തിൻ്റെ അപാരത. യേശുക്രിസ്തു കാൽവറി ക്രൂസിൽ മനുഷ്യവർഗത്തിനു വേണ്ടി തൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കുകയായിരുന്നു. ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഗ്രാമാന്തരങ്ങളിലൂടെ പറയുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം, ഇന്ന് 24 മണിക്കൂറും നമ്മൾ കേൾക്കുന്ന സന്ദേശങ്ങൾ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്ന വിഷയം സുവിശേഷമാണ്. എന്തുകൊണ്ടാണ് സുവിശേഷം ഇങ്ങനെ കവലകളിൽ പ്രസംഗിക്കുന്നത്? നമ്മുടെ കൊച്ചു കേരളത്തിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗങ്ങൾ ധാരാളം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. കുടുംബ ജീവിതങ്ങൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ കൊലപാതകങ്ങളുടെയും സ്ത്രീപീഡനങ്ങളുടെയും കുടുംബ തകർച്ചയുടെയും കണക്കുകളാണ്. നമ്മൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ സ്കൂളിൽ പോയാൽ കുഞ്ഞുങ്ങൾ തിരിച്ചു വരും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. സ്കൂളിൽ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ചു വരുമ്പോഴാണ് അവർ വന്നു എന്ന് നമുക്കറിയുവാനായിട്ട് കഴിയുന്നത്. അതുവരെ ടെൻഷനുകളൊന്നുമില്ല. എന്നാൽ കാളവണ്ടി യുഗത്തിൽ നിന്നും മനുഷ്യൻ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് എത്തി. ഇന്ന് സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ അവിടെ ചെല്ലുന്നതിന് മുൻപ് തന്നെ മാതാപിതാക്കൾ ഒരു 3-4 പ്രാവശ്യം വിളിച്ച് ചോദിക്കത്തക്ക നിലവാരത്തിലേക്ക് സാങ്കേതിക വിദ്യകൾ ഉയർന്നു. വിവരങ്ങൾ നന്നായി മനസ്സിലാക്കുവാനുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഇന്ന് മനുഷ്യൻ ആദി വർദ്ധിച്ചു വരികയാണ്. ആ കുഞ്ഞവിടെ ചെന്നോ എന്നുള്ള ചിന്ത ഒരു 3-4 പ്രാവശ്യം വിളിച്ചു ചോദിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണം? ലോകം വല്ലാത്ത വഷളത്വത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ക്രമസമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ അസ്വസ്ഥനായിക്കൊണ്ടിരിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ പാടില്ലാതിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലെ മൊബൈലിന് അടിമകളായി കുഞ്ഞുങ്ങൾ പലരും ആത്മഹത്യകൾ ചെയ്യുന്നു. അപ്പോൾ ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നു, അപകടമരണങ്ങൾ വർദ്ധിച്ചു വരുന്നു, കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നു, സ്ത്രീപീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നു, കുടുംബ തകർച്ചകൾ വർദ്ധിച്ചു വരുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിൽ 14 ജില്ലകളാണുള്ളത്. എന്നാൽ ഈ 14 ജില്ലകളിൽ ഒരു ജില്ലയിൽ 2 കോടതി വെച്ച് 28 കുടുംബ കോടതികളുണ്ട്. ഇന്നും ആ കുടുംബ കോടതികൾ തീരാത്ത നിരവധി കേസുകൾ, കുടുംബ ബന്ധങ്ങൾ തകർന്നടിച്ചിരിക്കുകയാണ്. വിവാഹം കഴിച്ച് 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം വിവാഹമോചനത്തിനു വേണ്ടി കേസ് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം കാരണം എന്താണ്? ഇതിന് എങ്ങനെ നമുക്ക് പരിഹരിക്കുവാൻ കഴിയും? അതാണ് ഞങ്ങൾ ഇവിടെ ഈ സന്ദേശത്തിലൂടെ നിങ്ങളെ അറിയിക്കുന്നത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം, എല്ലാത്തിൻ്റെയും മൂലകാരണം, അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ പാപമാണ്. അപ്പോ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവിക തേജസ്സില്ലാത്തവരായി തീർന്നിരിക്കുന്നു. അപ്പൊ എല്ലാവരും ഒരുപോലെ, പണ്ഡിത, പാമര, കുചേല, കുബേര, വ്യത്യാസമന്യേ ഒരു വ്യത്യാസവുമില്ലാത്ത
കാര്യമാണ് പാപമെന്ന് പറയുന്നത്. അതിന് പണക്കാരനെന്നോ സമ്പത്തുള്ളവനെന്നോ വിദ്യാഭ്യാസമുള്ളവനെന്നോ ഉന്നതനെന്നോ കുലശേഷനെന്നോ കുടുംബ മഹിമയോ ഉള്ളവരൊന്നും പ്രശ്നമല്ല. എല്ലാവരും ഒരുപോലെ പാപികളായി തീർന്നിരിക്കുന്നു. പാപം ഇല്ല എന്ന് ആരെങ്കിലും പറയുന്നു എങ്കിൽ, നിങ്ങൾ ഇന്ന് പകലിൽ ഇവിടെ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, അവരുടെ വൈകുന്നേരം ആ ബിസിനസ് നിർത്തിയിട്ട് കട പൂട്ടുന്നേരത്ത് താക്കോലിട്ട് പൂട്ടിയിട്ട് 2 പ്രാവശ്യം കൂടെ വലിച്ചു നോക്കിയിട്ട് പിന്നെയാണ് കടന്നു പോകുന്നത്. കാരണം എന്താണ്? ഇല്ലെങ്കിൽ നാളെ വരുമ്പോൾ അവിടെ കാണില്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കറുവാ സംഘത്തിന്റെ മോഷണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ അടുത്തൊക്കെ ജനങ്ങൾക്ക്, കോട്ടയം ജില്ലയിലൊക്കെ ജനങ്ങൾക്ക് പേടിയായി വന്നിരിക്കുന്നു. അപ്പോ എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാം. ഇങ്ങനെ അതിന് CCTV ക്യാമറകളൊക്കെ വീട്ടിൽ വെച്ചിട്ടും അതിലൂടെ കണ്ടുപിടിക്കുവാനായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടും മനുഷ്യന്റെ പാപപ്രവൃത്തി വർദ്ധിച്ചു വരുന്നു. വിദ്യാഭ്യാസമില്ലാതിട്ടല്ല, മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. ആ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗവൺമെന്റും പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ വിവിധങ്ങളായ മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഇന്ന് കൊച്ചു കൊച്ചു സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ മനുഷ്യന്റെ പ്രശ്നം തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ ഗവൺമെന്റ് അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളിലൂടെ സ്വയം തൊഴിൽ കണ്ടെത്തുവാനും തൊഴിലില്ലായ്മ പരിഹരിക്കുവാനും വിവിധ മാർഗങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസമില്ലാത്തതാണോ മനുഷ്യന്റെ പ്രശ്നം? വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളുകൾ നല്ല രീതിയിൽ ഹൈടെക് ആക്കി ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും മറ്റെല്ലാ സൗകര്യങ്ങളും താഴേക്കടയുള്ളവർ മുതൽ ഉന്നത വരെയുള്ളവർക്ക് നല്ല വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസമില്ലാത്തതല്ല മനുഷ്യന്റെ പ്രശ്നം. അപ്പോൾ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നമെന്ന് പറയുന്നത് പാപമാണ്. ഒരു വ്യത്യാസവുമില്ലാത്ത 3 കാര്യമുണ്ട്. 1, മനുഷ്യന്റെ പാപത്തിനൊരു വ്യത്യാസവുമില്ല. 2, മനുഷ്യന്റെ സ്വഭാവത്തിന് വിശപ്പിനൊരു വ്യത്യാസവുമില്ല. ആരോട് ചോദിച്ചാലും എല്ലാവരും പറയുന്നത് ഒരു ചാൺ വയറിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. ഒരു കുടുംബം പുലർത്തുന്നതിന് വേണ്ടി 4 പേരുണ്ടെങ്കിൽ അവരുടെ വയറിന് പോറ്റുന്നതിന് വേണ്ടി, അവരുടെ വിശപ്പടക്കുന്നതിന് വേണ്ടി ഞാൻ പണിക്ക് പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ വിശപ്പിന് ഒരു വ്യത്യാസവുമില്ല. 3ാമത്തെ കാര്യം, മരണത്തിനൊരു വ്യത്യാസവുമില്ല. എല്ലാവരും മരിക്കും. അപ്പൊ എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവീക ദേശം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് മരണമെന്ന് പറയുന്നത്? ഈ ലോകത്തിൽ ചെയ്യുന്ന എല്ലാ തൊഴിലിനും കൂലി കൊടുക്കും. അതുകൊണ്ട് പാപത്തിനും കൂലിയുണ്ട്,